40 വർഷം കൊണ്ട് പുറത്തിറക്കിയ ഒരു സിനിമ നിർമ്മാണത്തിനായി ചെലവഴിച്ചത് ഏകദേശം 1000 കോടി രൂപ. എന്നാൽ ഈ സിനിമ ഇതുവരെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ വർഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്യാനിരിക്കെ വിതരണക്കാർ ഒഴിഞ്ഞതോടെ സിനിമ വീണ്ടും ദുരന്ത കഥയായി. പറഞ്ഞു വരുന്നത് മെഗാപോളിസ് എന്ന ദുരന്ത സിനിമയെ പറ്റിയാണ്. 1983 ഹോളിവുഡ് ഇതിഹാസം ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോള ഒരു അഭിലാഷ സിനിമയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. 2 ഗോഡ്ഫാദർ ചിത്രങ്ങളും അപ്പോകലിപ്സ് നൗവും പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെ 1979 സംവിധായകൻ ഈ ചിത്രത്തിന് കോപ്പുകൂട്ടിയത്. എന്നാൽ സിനിമയുടെ തിരക്കഥയും മറ്റും തുടങ്ങിയത് 1983. എന്നാൽ അക്കാലത്തെ സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിക്കുന്നതിലും അപ്പുറമായിരുന്നു ആ ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിസ്റ്റിക് ആശയം. ഇതോടെ കാര്യങ്ങൾ മുടങ്ങി. 1991 അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസ് വീണ്ടും ചിത്രീകരണം ആരംഭിച്ചു. ഒടുവിൽ 2001 സ്ക്രിപ്റ്റ് അന്തിമമാവുകയും കാസ്റ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഒരു ദശാബ്ദത്തിലേറെയായി ഒന്നും അന്തിമമാക്കിയില്ല. ഒടുവിൽ 2019 ചിത്രം പ്രീ പ്രൊഡക്ഷനിലേക്ക് പ്രവേശിച്ചു. സിനിമയ്ക്ക് വേണ്ടി സംവിധായകൻ തന്നെ $120 മില്യൺ, അതായത് 1000 കോടി രൂപ ചെലവഴിച്ചു. ഷിയ ലാബിയും ആദം ഡ്രൈവറും അഭിനേതാക്കളുടെ നിരയിലേക്ക് എത്തുകയും 2022 ചിത്രീകരണം ആരംഭിക്കുകയും ചെയ്തു. ചിത്രീകരണ വേളയിൽ അസ്ഥിരമായ ചിത്രീകരണ അന്തരീക്ഷം ചൂണ്ടിക്കാട്ടി നിരവധി ക്രൂ അംഗങ്ങൾ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറി. തിരിച്ചടികൾക്കിടയിലും 2023 മാർച്ചിൽ ചിത്രീകരണം പൂർത്തിയാക്കി. കൃത്യമായി പറഞ്ഞാൽ സിനിമയുടെ ജോലികൾ ആരംഭിച്ച 40 വർഷത്തിന് ശേഷം അത് പൂർത്തിയായി. അപ്പോഴാണ് റിലീസ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. മെഗാപോളിസ് എന്ന ചിത്രം ഈ വർഷം മെയ്യിൽ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്യാനിരിക്കുകയായിരുന്നു. എന്നാൽ നിലവിൽ സിനിമയുടെ തിയേറ്റർ റിലീസ് അനിശ്ചിതത്വത്തിലാണ്. ദ ഹോളിവുഡ് റിപ്പോർട്ടറിൽ അടുത്തിടെ വന്ന റിപ്പോർട്ട് പ്രകാരം വിതരണക്കാർക്ക് സിനിമ പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ല. സിനിമ ഒരു പരീക്ഷണാത്മകം അല്ലെങ്കിൽ നല്ലതല്ലെന്ന് അവർ പറയുന്നു. സിനിമ വാണിജ്യപരമായി വിജയിക്കില്ലെന്ന വിലയിരുത്തലിലാണ് വിതരണക്കാർ ഇടയുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്.